നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പുതിയ സ്കോളർഷിപ്പ് സ്കീം പരിചയപ്പെടാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണിത്. LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സ്കീം എന്നാണ് ഈ സ്കീമിന്റെ പേര്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ സാധ്യതയ്ക്കും വേണ്ടി ഭാവി ശോഭനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി LIC 10th പാസ്സായവർക്കും 12th പാസ്സായവർക്കും നൽകുന്ന സ്കോളർഷിപ്പ് സ്കീമാണ് LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സ്കീം. ഈ സ്കീമിന് അപ്ലൈ ചെയ്യാൻ ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളതെന്നും ഈ സ്കീമിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പം അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള പല സ്കോളർഷിപ്പ് സ്കീമുകളും എഡ്യൂക്കേഷൻ കണ്ടന്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സ്കീമിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കോളർഷിപ്പിന്റെ ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്നത് തന്നെ പഠിക്കാൻ മിടുക്കരായ എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഉന്നത പഠനത്തിനും അതുപോലെ തൊഴിൽ സാധ്യതയ്ക്കും വേണ്ടി അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് അവർ നൽകുന്നതെന്നാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റോ പ്രൈവറ്റോ ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പാണ് ഇവിടെ ഉള്ളത്. ജനറൽ സ്കോളർഷിപ്പും അതുപോലെ സ്പെഷ്യൽ സ്കോളർഷിപ്പും. പെൺകുട്ടികൾക്കാണ് സ്പെഷ്യൽ സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രണ്ട് സ്കോളർഷിപ്പും 12th സ്റ്റാൻഡേർഡ് പാസ്സായ കുട്ടികൾക്കും അതുപോലെ 10th പാസ്സായ കുട്ടികൾക്കും നൽകുന്നുണ്ട്. രണ്ടിനും വേറെ വേറെ ക്രൈറ്റീരിയകളാണ്. അപ്പൊ നമുക്ക് ആദ്യം 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. 12th സ്റ്റാൻഡേർഡ് 2021-22 അക്കാഡമിക് വർഷങ്ങളിലോ 22-23 അക്കാഡമിക് വർഷങ്ങളിലോ 23-24 അക്കാഡമിക് വർഷങ്ങളിലോ പാസ്സായ കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 12th സ്റ്റാൻഡേർഡ് അതല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. അത് അറ്റ്ലീസ്റ്റ് 60% മാർക്കെങ്കിലും സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് CGPAയിലാണ് മാർക്ക് അവാർഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള 60% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്. അടുത്ത കണ്ടീഷൻ, നിങ്ങൾ ഈ 2023-24 അക്കാഡമിക് ഇയറിൽ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടായിരിക്കണം. ആ കോഴ്സുകൾ മെഡിസിൻ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, അതല്ലെങ്കിൽ ജനറൽ ഗ്രാജുവേഷൻ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നും ആവാം. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളോ ഡിപ്ലോമ കോഴ്സുകളോ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിങ്ങൾ ഫസ്റ്റ് ഇയർ ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങളുടെ പാരന്റിന്റെ ആനുവൽ ഫാമിലി ഇൻകം 2.5 ലക്ഷമോ അതിൽ താഴെയോ ആയിരിക്കണം. ചില കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ഈ 2.5 ലക്ഷം എന്നുള്ളതിന് കുറച്ച് ഇളവ് ലഭിക്കുന്നുണ്ട്. അതെന്താന്ന് എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ അവസാനമായിട്ട് പറയാം. ഇതാണ് ക്ലാസ് 12 കഴിഞ്ഞ കുട്ടികൾക്കുള്ള ജനറൽ സ്കോളർഷിപ്പ് പറയുന്നത്. ഇനി നമ്മൾക്ക് ക്ലാസ് 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഉള്ള ജനറൽ സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഈ വിദ്യാർത്ഥികൾ 2021-22 അക്കാഡമിക് ഇയറിലോ അല്ലെങ്കിൽ 22-23 അക്കാഡമിക് ഇയറിലോ അതല്ലെങ്കിൽ 23-24 അക്കാഡമിക് ഇയറിലോ ക്ലാസ് 10th അറ്റ്ലീസ്റ്റ് 60% മാർക്ക് വാങ്ങി പാസ്സായ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അതായത് ഈ CGPAയിലാണെങ്കിൽ 60% ഇക്വലന്റ് ആയിട്ടുള്ള CGPA കുട്ടികൾ നേടിയിരിക്കണം. ഇത് കൂടാതെ 2024-25 അക്കാഡമിക് ഇയറിൽ നിങ്ങൾ 10th ശേഷം ഏതെങ്കിലും വൊക്കേഷണൽ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾക്കോ അതല്ലെങ്കിൽ ITI കോഴ്സുകളോ ഏതെങ്കിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 ലക്ഷമോ അതിൽ കുറവോ ആയിരിക്കണം. ഇതാണ് ജനറൽ സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. അടുത്ത നമുക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് എന്താണെന്ന് നോക്കാം. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഈ സ്പെഷ്യൽ സ്കോളർഷിപ്പ് നൽകുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുക 2 വർഷത്തേക്കാണ്. 2021-22 അക്കാഡമിക് ഇയറിലോ 22-23 അക്കാഡമിക് ഇയറിലോ 23-24 അക്കാഡമിക് ഇയറിലോ ഏതെങ്കിലും ഒരു പെൺകുട്ടി 60% മാർക്കോടുകൂടി 10th ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ അവർ ഈ അക്കാഡമിക് 2024-25 +2നോ അതല്ലെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ITI കോഴ്സുകൾക്കോ ചേർന്നിട്ടുള്ളൊരു വിദ്യാർത്ഥിനി ആയിരിക്കണം. ഇതുകൂടാതെ അവരുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം പറയുന്നത് 2.5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഈ 2.5 ലക്ഷത്തിന് മേളിൽ ഇൻകം ഉള്ള ചില വിഭാഗങ്ങൾക്ക് ഇതിൽ കുറച്ച് കൺസെഷൻ ലഭിക്കുന്നുണ്ട്.
അതെന്താന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ജനറൽ കണ്ടീഷൻസ് പറയുന്ന കൂട്ടത്തിൽ പറയാം. ഇനി എത്ര വർഷത്തേക്കാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് നോക്കാം. ജനറൽ സ്കോളർഷിപ്പ് സ്കീമിൽ 4 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുക. സ്പെഷ്യൽ സ്കോളർഷിപ്പ് 2 വർഷത്തേക്കാണ് ലഭിക്കുക. ഇനി നമുക്ക് സ്കോളർഷിപ്പിന്റെ എമൗണ്ട് നോക്കാം. ജനറൽ സ്കോളർഷിപ്പിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക്, അത് മെഡിസിൻ MBBS, BAMS, BHMS, BDS എന്നീ 4 കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. അത് 40,000 രൂപയാണ് ഇവർക്ക് ഒരു വർഷം ലഭിക്കുക. ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ലഭിക്കുക. ആദ്യം 20,000 രൂപ ലഭിക്കും, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള 20,000 രൂപ ലഭിക്കുക. ഇനി BE, BTech അല്ലെങ്കിൽ BArc പഠിക്കുന്ന കുട്ടികൾക്ക് 30,000 റുപ്പീസാണ് സ്കോളർഷിപ്പ് എമൗണ്ട് നൽകുന്നത്. അതും 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിൽ 15,000 റുപ്പീസും അടുത്ത ഇൻസ്റ്റാൾമെന്റ് 15,000 ആയിട്ട്, അങ്ങനെ 30,000 റുപ്പീസാണ് അവർക്ക് ലഭിക്കുക. ഇനി ഇത് കൂടാതെ ജനറൽ ഗ്രാജുവേഷൻ, ഇന്റഗ്രേറ്റഡ് കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ്, ITIs ഇവിടെ എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. സ്കോളർഷിപ്പ് എമൗണ്ട് 20,000 റുപ്പീസാണ്. ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഇവർക്ക് ലഭിക്കുക. 10,000 ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും അടുത്ത 10,000 അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ലഭിക്കുക. ഓരോ ഡിസിപ്ലിനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ നീഡ് അനുസരിച്ച് സ്കോളർഷിപ്പ് എമൗണ്ട് വേരി ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് നോക്കാം. സ്പെഷ്യൽ സ്കോളർഷിപ്പ് ലഭിക്കുക പെൺകുട്ടികൾക്കാണ്. 10th ശേഷമുള്ള പെൺകുട്ടികൾക്ക്, അത് അവര് +2 പഠിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസ്, ITI കോഴ്സസ് എന്നിവ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വർഷം ലഭിക്കുന്ന എമൗണ്ട് 15,000 റുപ്പീസാണ്. ഇത് 2 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഓരോ വർഷത്തേക്ക് 15,000 റുപ്പീസ് വെച്ച് നൽകും. അതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 7,500 ലഭിക്കും. അതിനുശേഷമാണ് ബാക്കി 7,500 ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്, സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് അവരെ നെഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ സ്കോളർഷിപ്പിന്റെ കുറച്ച് ജനറൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഗ്രി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത്. മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഫാമിലിയുടെ ആനുവൽ ഇൻകം പറയുന്നത് 2,50,000 റുപ്പീസോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിരിക്കണം എന്നാണ്. ചില കാറ്റഗറി റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ പാരന്റ് ഒരു സിംഗിൾ മദർ ആണെങ്കിലോ, അതല്ലെങ്കിൽ വിഡോ ആണെങ്കിലോ, അതല്ലെങ്കിൽ അൺമാരീഡ് വുമൺ ആണെങ്കിലോ അവരുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 4 lakhs വരെ ആവാം. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവരായിരിക്കണം ഫാമിലിയുടെ സോൾ ബ്രെഡ് വിന്നർ. നിങ്ങളുടെ ആനുവൽ ഇൻകം അതുപോലെ തന്നെ മെറിറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് നോക്കുന്നത്. ഇനി ഒരേ കാറ്റഗറിയിൽ കൂടുതൽ മാർക്ക് കിട്ടിയവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുക. ഒരേ മാർക്കുള്ള ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ആർക്കാണോ ഫാമിലി ഇൻകം ലോ ആയിട്ടുള്ളത് അവരെയാണ് സെലക്ട് ചെയ്യുക. ഇനി ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ 2nd ഇയർ എഞ്ചിനീയറിംഗിന് ചേർന്നതാണെങ്കിലോ, അതല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ശേഷം നിങ്ങൾ 1st ഇയർ എഞ്ചിനീയറിംഗിന് ചേർന്നതാണെങ്കിലോ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് 60% മാർക്കെങ്കിലും വാങ്ങിയിരിക്കണം. അതുകൂടാതെ നിങ്ങൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തത് 2021-22 അക്കാഡമിക് ഇയറിലോ 22-23 അക്കാഡമിക് ഇയറിലോ അതല്ലെങ്കിൽ 23-24 അക്കാഡമിക് ഇയറിലോ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടോ അതല്ലെങ്കിൽ നൈറ്റ് ക്ലാസ്സസോ അതല്ലെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷൻ ആയിട്ടോ നിങ്ങളിപ്പോൾ ഈ ഡിഗ്രി കോഴ്സസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ CA, CS, ICWA അതല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു സെൽഫ് സ്റ്റഡി കോഴ്സസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഒരിക്കലും ഈ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് 1-2 കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സ്കോളർഷിപ്പ് അടുത്ത വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് സെമസ്റ്ററിൽ എല്ലാ സബ്ജക്റ്റിനും പാസ്സാവുകയും വേണം. അതുകൂടാതെ നിങ്ങൾക്ക് 55% മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കും ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുകയുള്ളൂ. ഇത് മെഡിക്കൽ ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇനി ജനറൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ, അതായത് ആർട്സ്, സയൻസ്, കോമേഴ്സ് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഇയർലി ആണെങ്കിൽ പ്രീവിയസ് ഇയറിലോ അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും നേടിയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്കോളർഷിപ്പ് ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് 50% മാർക്ക് വാങ്ങി പാസ്സാവണം. അതുകൂടാതെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കണം. ഇനി സാധാരണ റൂൾ അനുസരിച്ചിട്ട് ഒരു ഫാമിലിയിലെ ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. അതിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. അതായത് ആദ്യം കിട്ടിയ ഒരു ആൺകുട്ടിക്കാണെങ്കിൽ രണ്ടാമതൊരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ല
ആദ്യം തന്നെയാണ് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നതെങ്കിൽ രണ്ടാമത് മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതുകൂടാതെ ആദ്യം കിട്ടിയിരിക്കുന്നത് ഒരു ഫീമെയിൽ ആണ്, രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ളത് ഒരു ഫീമെയിൽ ആണെങ്കിൽ, അതായത് രണ്ടും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റേഷൻ ആണ് നൽകേണ്ടത്. നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം, നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം ഇത്രയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും വേണം. ഇനി നിങ്ങൾ ഒരു എംപ്ലോയിഡ് പാരന്റ് ആണെങ്കിൽ അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈ സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്യുന്നത് LICയുടെ 112 ഡിവിഷണൽ ഓഫീസുകളുണ്ട്. ആ ഓരോ ഡിവിഷണൽ ഓഫീസിൽ നിന്ന് 30 കാൻഡിഡേറ്റ്സിന് വീതമാണ് ഇവർ സ്കോളർഷിപ്പിനായിട്ട് സെലക്ട് ചെയ്യുക. അതിൽ 20 സ്കോളർഷിപ്പ് ജനറൽ സ്കോളർഷിപ്പ് ആയിട്ടാണ് നൽകുന്നത്. അത് 10 ബോയ്സിനും അതുകൂടാതെ 10 ഗേൾസിനുമാണ് ഈ സ്കോളർഷിപ്പ് നൽകുക. ബാക്കി 10 സ്കോളർഷിപ്പ് നൽകുന്നത് സ്പെഷ്യൽ സ്കോളർഷിപ്പിന്റെ കീഴിലെ 10 പെൺകുട്ടികൾക്കാണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രസ്റ്റിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡായിട്ടാണ്. അതിന്റെ വെബ് അഡ്രസ്സ് www.licindia.in ഈ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് December 22 ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു വാലിഡ് ഇമെയിൽ ID അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഈ ഇമെയിൽ IDയിലേക്കായിരിക്കും നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന്റെ അക്നോളജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങൾ ഏത് ഡിവിഷൻ ഓഫീസിന്റെ കീഴിലാണോ വരുന്നത് അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇമെയിൽ ലഭിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ എല്ലാ കറസ്പോണ്ടൻസും ആ ഡിവിഷണൽ ഓഫീസുമായിട്ടാണ് നിങ്ങൾ നടത്തേണ്ടത്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഹിയർ ഫോർ LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സ്കീം 2024 എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോവാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണാം, അതുപോലെ തന്നെ സ്കീമിന്റെ ഡീറ്റെയിൽസ് കാണാം, അതുകൂടാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാണാം. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ അഡ്മിഷന്റെ പ്രൂഫും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. December 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ LIC പറഞ്ഞിരിക്കുന്ന ഡേറ്റ് December 22 ആണ്. പക്ഷെ അത് അവരുടെ സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചേഞ്ച് വരുത്താവുന്നോ ഡേറ്റിൽ. നിങ്ങൾ 22 കഴിഞ്ഞാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ 22 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിക്കരുത്. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.